മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 25ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ലാബാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ 23ാമത്തെ സെഷൻ, അതായത് ഇത് 25ാമത്തെ സെഷനാണ്. 23ാമത്തെ സെഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് വിർച്വൽ മെഷീൻ്റെ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സെഷൻ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ലാബിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ട്യൂട്ടോറിയൽ സീരീസ് ഈ ഒരു സെഷനാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പത്തെ സെഷൻ ആദ്യം മുതലൊന്ന് കണ്ട് തുടങ്ങി വരിക. കാരണം അതിൽ ബേസിക്കായിട്ട് എങ്ങനെ ഒരു ഫ്രീ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നും ബാക്കി ബേസിക്കായിട്ടുള്ള പല സെഷൻസും ഐഡിയാസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം കണ്ടു കഴിഞ്ഞൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് 25ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന് കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത് 23rd സെഷനാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അതൊന്ന് കണ്ട ശേഷം ഇതിലോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇന്നത്തെ സെഷൻ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടിക്കൽ സെഷനാണ്. നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലോട്ട് കടക്കാം. അപ്പോൾ അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ടിലോട്ട് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് ആണെന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സെർച്ച് ബോക്സിൽ നിന്നും വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്തെടുത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടും, ആ ഒരു സർവീസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്സ് എന്ന് പറഞ്ഞൊരു സർവീസിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നതല്ല. പക്ഷേ അതിന് അണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് റിസോഴ്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് ഇൻകർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമുക്കിവിടെ ക്രിയേറ്റ് വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ തിയറി പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിസോഴ്സ് ഗ്രൂപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പോട് സെലക്ട് ചെയ്തു. ഓൾറെഡി എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഞാൻ സ്കെയിൽ സെറ്റിനൊരു നെയിം കൊടുക്കുകയാണ്. ടെക് TVM സ്കെയിൽ സെറ്റ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു പേര് ഇവിടെ കൊടുത്തു. റീജൻ അതുപോലെ ഞാൻ സെലക്ട് ചെയ്തത് സെൻട്രൽ ഇന്ത്യ, ഞാൻ റീജൻ സെലക്ട് ചെയ്തു. ഇമേജ് സെലക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉബുണ്ടു, നമുക്കിപ്പോൾ എക്സാമ്പിളിനായതുകൊണ്ട് ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ലിനക്സ് ബേസ്ഡ് ഒരു ഇമേജ് എടുക്കുകയാണ്. ഉബുണ്ടു 18.04 LTS ഞാൻ ഇമേജ് ഇവിടെ എടുക്കുകയാണ്. നിങ്ങൾക്ക് സെൻറ്റോയിസ് ആണെങ്കിൽ സെൻറ്റോയിസ് എടുക്കാം, ഏത് ഇമേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈസ് വന്നിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ 1 മന്ത് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് 1 മന്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ്സ് ഇപ്പോൾ എക്സ്പയർ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പെയ്ഡായിട്ടുള്ള സർവീസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചെടുക്കാം. നിങ്ങൾ ഓരോ റിസോഴ്സും സെലക്ട് ചെയ്ത് നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ. ഞാൻ എന്തായാലും ഇപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള B1S എന്ന് പറഞ്ഞൊരു ഇമേജാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഇത് ഫ്രീ റിസോഴ്സസിൽ ഫ്രീ സർവീസിൽ അണ്ടറിൽ വരുന്നതാണ് നമുക്ക്. പക്ഷേ എന്നിരുന്നാലും സ്കെയിൽ സെറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സർവീസസ് വരും. അപ്പോൾ നമുക്ക് ചാർജ് ചിലപ്പം ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓതൻറ്റിക്കേഷൻ ടൈപ്പ് ഞാനിപ്പോൾ പാസ്വേഡ് കൊടുക്കുകയാണ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പാസ്വേഡ് അക്കൗണ്ട് ഞാനിപ്പം അഡ്മിനിസ്ട്രേറ്റർ 1 എന്നും പറഞ്ഞു യൂസർ നെയിം ഞാൻ കൊടുത്തു. കാരണം ഞാൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്താൽ എടുക്കില്ല, കാരണം റിസർവ്ഡ് കീവേഡ്സ് ഒന്നും എടുക്കില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനൊരു പാസ്വേഡ് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എടുക്കുകയാണ്. ഡിസ്ക് പാർട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നമുക്ക് OS ഡിസ്ക് ടൈപ്പ് പ്രീമിയം SSD തന്നെ ഇപ്പോൾ കിടന്നാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല അതിന്. ഓക്കെ, നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ് എടുക്കുകയാണ്. ഡിഫോൾട്ട് നമ്മുടെ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ഒരു വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വിർച്വൽ നെറ്റ്വർക്ക് ഓൾറെഡി ഉള്ളതിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ക്രിയേറ്റായി വരുന്ന വിർച്വൽ മെഷീൻസ്, എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റായി വരുന്ന വിർച്വൽ മെഷീൻസിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിലും നമുക്കൊന്ന് SSH ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ആ ഒരു പോർട്ട് നമുക്ക് ഓപ്പൺ ആയി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിർച്വൽ നെറ്റ്വർക്കിലുള്ള നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. പബ്ലിക് ഇൻബൗണ്ട് പോർട്സ് എന്നുള്ളത് നൺ മാറ്റിയിട്ട് നമുക്ക് അലോ സെലക്റ്റഡ് പോർട്സ് കൊടുക്കുക. അവിടെ നമുക്ക് അത്യാവശ്യം SSH ചെയ്യാൻ വേണ്ടിയിട്ട് SSH ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലാതെ ഇനി എന്തെങ്കിലും വെബ് സർവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ HTTP 8.4.3 വേണമെങ്കിൽ അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് SSH എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അത് ഞാൻ ഒരു 18 കൂടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൽ പബ്ലിക് IP നമുക്ക് വേണം. കാരണം പബ്ലിക് IP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന്, നമ്മുടെ എക്സ്റ്റേണൽ വിർച്വൽ നെറ്റ്വർക്കിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിലോട്ട് SSH ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പബ്ലിക് IP ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് കാരണം അതിനും കൂടെ ഞാനിവിടെ എനേബിൾ ചെയ്യുകയാണ്. പബ്ലിക് IP വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു. വിർച്വൽ നെറ്റ്വർക്ക്സ് എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഐഡിയാസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് കണ്ടിട്ടില്ലാത്തൊരു ആ സെഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്ത് എന്താണെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്കെയിലിംഗ് പാർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ സ്കെയിലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഈ ഒരു
സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണിത്. ഇപ്പോൾ ഇനിഷ്യൽ ഇൻസ്റ്റൻസ് കൗണ്ട്, ഇപ്പോൾ അതായത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്കെയിൽ സെറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എത്ര വിർച്വൽ മെഷീൻസ് അതിൽ ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഡിഫോൾട്ട് കിടക്കുന്നത്, നമുക്ക് 2 വേണ്ട. ഇപ്പോൾ എക്സാമ്പിളിനായതുകൊണ്ട് 1 കൊടുക്കാം. അതിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ആക്ച്വൽ എൻവയോൺമെൻറ്റിൽ ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക അവിടെ. ഇപ്പോൾ ഞാൻ ഇനിഷ്യൽ ഇൻസ്റ്റൻസ് കൗണ്ട് 1 കൊടുക്കുകയാണ്. ഇപ്പോൾ സ്കെയിലിംഗ് പോളിസി മാനുവലി മാറ്റിയിട്ട് ഞാനിപ്പോൾ കസ്റ്റം കൊടുക്കുകയാണ്. കസ്റ്റം കൊടുത്താൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് 1 തന്നെയാണ് കൊടുത്തത്. മിനിമം നമ്പർ ഓഫ് വാല്യൂ ഓഫ് ഓട്ടോ സ്കെയിൽ ഓൺ ദിസ് സ്കെയിൽ സെറ്റ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാക്സിമം എത്ര വരെ പോകണമെന്നുള്ളതാണ് കൊടുക്കുന്നത്. മാക്സിമം ഞാനിപ്പോൾ ഒരു 3 കൊടുക്കുകയാണ്. ഓക്കെ, 3 ഇൻസ്റ്റൻസ് വരെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇനി സ്കെയിൽ ഔട്ട് എന്ന് പറഞ്ഞാലാണ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ലോഡ് കൂടുതലായിട്ട് വരുമ്പോൾ, ഇപ്പോൾ CPU ത്രഷോൾഡ്, CPUവിൻ്റെ ലോഡ് കൂടുതലായിട്ട് വരുമ്പോൾ എത്ര ഇൻസ്റ്റൻസ് നമുക്ക് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് CPUവിൻ്റെ ത്രഷോൾഡ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 60 കൊടുക്കാം. 60 ത്രഷോൾഡിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് 65 കൊടുക്കാം. ഓക്കെ, 65 ത്രഷോൾഡിന് മുകളിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങൾ പിന്നീട് നമ്മൾ ആ ഒരു ലോഡ് ഇതിലോട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യും. ആർട്ടിഫിഷ്യലി ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 65 70 എത്ര വേണം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, അതനുസരിച്ച് നമ്മുടെ എക്സാമ്പിൾ നമുക്ക് പിന്നീട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 70 തന്നെയാണ് ഇവിടെ കൊടുത്തത്. അത് കഴിഞ്ഞ് ഡ്യൂറേഷൻ, അപ്പോൾ എത്ര നേരം ഈ ഒരു 70% ലോഡ് CPUവിന് ഉണ്ടായി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതായത് എത്ര നേരം CPU ത്രഷോൾഡ് 70% നിൽക്കുകയാണെങ്കിലാണ് നമ്മുടെ ഇൻസ്റ്റൻസസ് കൂടേണ്ടത്, സ്കെയിൽ ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഡ്യൂറേഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൊടുത്തു. കാരണം ഒരുപാട് നേരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാബിൽ നമുക്ക് കൂടുതൽ നേരം അത്രയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ്സ് കൊടുത്തു ഞാൻ. നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ടു ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 70% ലോഡ് നമ്മുടെ CPUവിന് ഉണ്ടെങ്കിൽ എത്ര ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പം 1 കൊടുത്തത്. 2 3 നമുക്ക് എത്രയെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം ആക്ച്വലി. ഓക്കെ, അതുപോലെ തന്നെയാണ് തിരിച്ചുള്ള കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്കെയിൽ ഇന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ CPUവിൻ്റെ ലോഡ് ഇപ്പോൾ 25% ഉള്ളൂ എങ്കിൽ നമുക്ക് എത്ര വെച്ചിട്ട് കുറയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ 1 വെച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ ആ 1 ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 2 വെച്ചിട്ടാണ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയാണ് എക്സാമ്പിളിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ 70% CPUയിലോട് 70% 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻസും കൂടി ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ സ്കെയിൽ ഔട്ട് പോളിസി ആയിട്ട് കൊടുത്തത്. ഓക്കെ, പിന്നീടുള്ള മറ്റ് പ്രത്യേകിച്ചൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ മാനേജ്മെൻറ്റിലോട്ട് പോവുകയാണ്. മാനേജ്മെൻറ്റിൽ നമുക്ക് ബൂട്ട് ഡയഗ്നോസ്റ്റിക്സിൻ്റെ ആവശ്യമില്ല. മറ്റ് ചേഞ്ചസ് ഒന്നും ഇവിടെ വരുത്തണ്ട. ബാക്കിയെല്ലാം നമുക്ക് ബൈ ഡിഫോൾട്ട് തന്നെ ഇട്ടാൽ മതി. നെക്സ്റ്റ് ഞാൻ ഹെൽത്ത് ഓപ്ഷനിൽ പോവുകയാണ്. എനേബിൾ ഹെൽത്ത് ആപ്ലിക്കേഷൻ മോണിറ്ററിംഗ് ഒന്നും ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുത്തു. ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി നമ്മൾ. വാലിഡേഷൻ പാസ്സായിരിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുത്ത ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ സ്കെയിലിംഗ് നമുക്കിവിടെ ഒന്നുകൂടെ നോക്കാം. സ്കെയിലിംഗ് യെസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് 1, മിനിമം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് 1, മാക്സിമം 3 വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ആണ് കൊടുത്തത്. സ്കെയിൽ ഔട്ട് CPU 70% ആവുകയാണെങ്കിൽ സ്കെയിൽ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ വെച്ചിട്ട് കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്കെയിൽ ഇൻ 25ൽ എത്തുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ സ്കെയിൽ ഇൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് നമ്മളിപ്പോൾ ഇത്രയും ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിപ്ലോയ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഗോ ടു റിസോഴ്സിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ സെക്ഷനാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്ത ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ഇവിടെ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞൊരു സബ് മെനുവിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒറ്റ ഇൻസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിപ്ലോയ് ആയിട്ടുള്ളത്. കാരണം നമ്മളിവിടെ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 1 എന്ന് പറഞ്ഞ നമ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഇൻസ്റ്റൻസ് 1 മതി എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഒറ്റ ഇൻസ്റ്റൻസ് ആണ് ഇവിടെ ഡിപ്ലോയ് ആയിട്ടുള്ളത്. നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇപ്പോൾ ഈ ഡിപ്ലോയ് ആയിരിക്കുന്ന ഒറ്റ ഇൻസ്റ്റൻസിൻ്റെ ബാക്കി ബേസിക് ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പബ്ലിക് IP എനേബിൾ ചെയ്ത് കൊടുത്തു. നമ്മൾ ആ ഒരു വിർച്വൽ നെറ്റ്വർക്കിൽ പബ്ലിക് IP എനേബിൾ ചെയ്ത് കൊടുത്തത് കാരണമാണ് നമുക്കിവിടെ പബ്ലിക് IP ഈ ഒരു ഇൻസ്റ്റൻസിന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു പബ്ലിക് IP ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിലോട്ട് നമുക്കിനി ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓവർവ്യൂ
കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഒരു ഒറ്റ ഇൻസ്റ്റൻസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പർപ്പസ് നോക്കി മനസ്സിലാക്കേണ്ടത് ഈ ഒരു 75% അല്ലെങ്കിൽ 70%, നമ്മളിപ്പോൾ 70 ആണ് കൊടുത്തത്, 70% ലോഡ് ഈ ഒരു ആദ്യത്തെ ഇൻസ്റ്റൻസിൽ ആ CPU ലോഡ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻസ്റ്റൻസും കൂടെ ഡിപ്ലോയ് ആവണം. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ സ്കെയിൽ സെറ്റ് ഡിപ്ലോയ് അവർ ക്രിയേറ്റ് ചെയ്തതിനുള്ളൊരു പർപ്പസ് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനൊരു അപ്പോൾ ഒരു നാച്ചുറലി ഉള്ളൊരു എൻവയോൺമെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു നമ്മുടെ ആപ്ലിക്കേഷനിലോട്ടുള്ള ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ CPU ലോഡ് കറസ്പോണ്ടിങ് കൂടുകയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ ഈ ഒരു സ്കെയിൽ സെറ്റിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ഇൻസ്റ്റൻസ് ഡിപ്ലോയ് ആവുകയും ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് നമുക്കൊരു ആർട്ടിഫിഷ്യലി നമുക്കൊരു ലോഡ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ഈ ഒരു CPUവിൽ, അതായത് ഈ ഒരു ഇൻസ്റ്റൻസിൽ. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ലോഡ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഫസ്റ്റ് ഇൻസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ ഒരു പബ്ലിക് IP അഡ്രസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പബ്ലിക് IP അഡ്രസ് എടുത്തിട്ട് നമ്മുടെ പുട്ടി ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ലിനക്സ് ഇൻസ്റ്റൻസിലോട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പുട്ടി ഉപയോഗിച്ച് കണക്ട് ചെയ്യാമെന്നുള്ള എല്ലാം ഞാൻ മുമ്പത്തെ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലിനക്സ് വിർച്വൽ മെഷീനിൽ ഡിപ്ലോയ് ചെയ്യുന്ന കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ സെഷനൊന്ന് നോക്കി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പബ്ലിക് IP അഡ്രസ് ഉപയോഗിച്ച് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസിലോട്ട് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പുട്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പുട്ടി എടുത്തിട്ട് ഞാൻ ആ പബ്ലിക് IP ഇവിടെ കൊടുത്തു. എന്നിട്ട് പോർട്ട് 22 ആണ് SSH ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ പോർട്ട് 22 ഞാൻ അലോ ചെയ്ത് കൊടുത്തത്. നമുക്ക് ഇവിടെ ഇങ്ങനെ SSH ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഞാൻ എസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആരായിട്ട് ലോഗിൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ 1 എന്ന് പറഞ്ഞൊരു യൂസർ ID ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തത്. അഡ്മിനിസ്ട്രേറ്റർ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്ത പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പം ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസിലോട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഉബുണ്ടു ബേസ്ഡ് ഒരു ഉബുണ്ടുവിൻ്റെ ഇമേജാണ് ഞാനിപ്പം ഉബുണ്ടു സെർവറാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഉബുണ്ടുവിൻ്റെ ഇമേജാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമുക്കിവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു യൂട്ടിലിറ്റി ഉണ്ട്, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് യൂട്ടിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്കൊരു ലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ CPUവിലോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിലോ അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ലോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ലോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു യൂട്ടിലിറ്റി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പാക്കേജസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമുക്കിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമാൻഡ് കൊടുക്കുന്നത്, sudo apt-get update എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ വലുതായിട്ട് ഇപ്പോൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് ഈ ഒരു എക്സാമ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി എനിക്കിപ്പോൾ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു ലോഡ് എനിക്കിപ്പോൾ ആർട്ടിഫിഷ്യലി ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നാച്ചുറൽ കേസിൽ നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ നാച്ചുറലി അത്രയും ഒരു ലോഡ് നിങ്ങളുടെ CPUവിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ കൊടുത്ത സ്കെയിൽ സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. ഇപ്പം നമ്മുടെ ഈ പാക്കേജ് ഇപ്പോൾ ഉബുണ്ടുവിൽ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്തത് ഞാൻ ഈ പറഞ്ഞ സ്ട്രെസ് എന്നും പറഞ്ഞൊരു യൂട്ടിലിറ്റി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് sudo apt-get install -y stress എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമാൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഇപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാളായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടുത്തെ കറണ്ട് ലോഡും കാര്യങ്ങളും ഒന്ന് നോക്കാം. നമുക്കിതിൽ കറണ്ട് ലോഡ് വലുതായിട്ട് ലോഡൊന്നും ഇല്ല, ഇതിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സെർവർ. അപ്പോൾ നമുക്കിനി ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ സ്ട്രെസ് ഒരു 70% അല്ലെങ്കിൽ 80%, നമ്മളിപ്പോൾ ത്രഷോൾഡായിട്ട് നമ്മളിപ്പോൾ 70% ആണ് കൊടുത്തത്. നമുക്കൊരു 80 ലോഡ് നമുക്കിതിൽ CPUവിന് ഇമ്പോസ് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് sudo സ്ട്രെസ് എന്ന് കൊടുത്തിട്ട് -CPU കൊടുക്കുക. എത്ര ലോഡാണോ നിങ്ങൾക്ക് ഇമ്പോസ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 80 കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 5 മിനിറ്റ്സ് ഈ ലോഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായി ഡിപ്ലോയ് ചെയ്ത് എടുക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ എടുക്കേണ്ട ആവശ്യം നമുക്ക് ലോഡ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ്, ഇപ്പോൾ ഞാൻ 5 മിനിറ്റ്സ് നമുക്കിവിടെ ഈ ലോഡ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൺസോളിൽ കയറി നോക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമതൊരു ഇൻസ്റ്റൻസ് അവിടെ ഡിപ്ലോയ് ആയി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഒരു ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ആ ഒരു ലോഡ് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് റെസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻസ്റ്റൻസും കൂടെ ഇവിടെ ഡിപ്ലോയ് ആയി വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അത്രയും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീഡിയോ റെസ്യൂം ചെയ്യാം.
ഇപ്പോൾ നമുക്കിവിടെ 5 മിനിറ്റ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ആയി വന്നത്. കാരണം 70% ലോഡ് കൂടിയപ്പോൾ നമുക്ക് മാക്സിമം ലിമിറ്റ് നമ്മൾ കൊടുത്ത് 3 ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 70% ലോഡ് കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ഇൻസ്റ്റൻസസ് 3 വരെ മാക്സിമം ഇത് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ക്രിയേറ്റിംഗ് സ്റ്റേറ്റിലാണ്, അത് കഴിഞ്ഞ് റണ്ണിങ് ആയിക്കോളും അത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. അതായത് നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റൻസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ത്രെഷോൾഡ് വാല്യൂക്കാട്ടിലും കൂടുതൽ, ഇതിപ്പോൾ നമ്മൾ CPU ലോഡ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത്, അതല്ല ഇപ്പോൾ മെമ്മറി ഒരു പെർസെൻറ്റേജിൽ കൂടുതൽ കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ട്രാഫിക് കൂടുകയാണെങ്കിലോ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ത്രെഷോൾഡ്സ്, ഇപ്പോൾ കസ്റ്റം മെട്രിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ മെട്രിക്സിൽ ഏതെങ്കിലുമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻസ്റ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ചെയ്ത് കൊണ്ടുവരാം, നമുക്ക് ഈ ഒരു സ്കെയിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഒരു പരിധിയിൽ കൂടുതൽ CPU ലോഡായി നമ്മുടെ ഇൻസ്റ്റൻസ് ഹാങ് ആയി ഡൗൺ ആയി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത എൻഡ് യൂസറിന് നമുക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ കൂടുതൽ ലോഡ് ആവുകയാണെങ്കിൽ ഒരു എൻഡ് യൂസറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു പ്രോബ്ലം ഫീൽ ചെയ്യില്ല. ഒരു സെർവർ ഹാങ് ആവുകയോ അല്ലെങ്കിൽ ലാഗ് ആവുകയോ സ്ലോ ആവുകയോ ഒരു ആപ്ലിക്കേഷൻ കിട്ടാനായിട്ട് സ്ലോ ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ സ്കെയിൽ സെറ്റ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഞാനിപ്പോൾ ലിനക്സിൽ കൊടുത്ത 1-2 കമാൻഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതലായിട്ട് ബോദർ ചെയ്യേണ്ട, കാരണം ഇതിപ്പോൾ നമുക്ക് സ്ട്രെസ് ചെയ്ത് നോക്കാൻ വേണ്ടി അവർ ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്തുള്ളതേ ഉള്ളൂ. ഉബുണ്ടു സെർവറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ ഉബുണ്ടു ആയതുകൊണ്ടാണ് ഞാൻ ഈ ആപ്റ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സെൻറ്റോയ്സോ മറ്റേതെങ്കിലും റെഡ് ഹാറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും കമാൻഡ്. നിങ്ങൾക്ക് നെറ്റ് റിഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കമാൻഡ് നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു ആർട്ടിഫിഷ്യലി ഒരു ലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഈ സ്കെയിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുമായിട്ട് ഡയറക്റ്റ് ഇതിന് ബന്ധമൊന്നുമില്ല. നമുക്ക് അതൊരു ആർട്ടിഫിഷ്യൽ ലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കമാൻഡ് ഇവിടെ കൊടുത്ത് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊരു പ്രാക്ടിക്കലി ഇതൊരു ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ കൂടുതൽ ഡൗട്ട്സും വരികയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവണമെന്നില്ല. ഒന്ന് ചെയ്ത് നോക്കുക. ഇത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു സെഷന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കണ്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.